അവസാന നിമിഷം ശശി തരൂരിനെ തൂക്കിയെറിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കളത്തിൽ. ഉമ്മൻചാണ്ടി എന്ന പ്രതിഭാസത്തെ അറിയാത്തവരായി കേരളക്കരയിൽ ആരുമില്ല എന്ന് തന്നെ പറയാം. കണ്ടുമുട്ടിയ മനുഷ്യരെ മുഴുവൻ ചേർത്തു നിർത്തിയ മുഖ്യമന്ത്രി. എന്നാൽ ഇന്നിപ്പോൾ ശശി തരൂർ എന്ന വിശ്വപൗരൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയ കളികൾ കളിക്കുകയാണ്. താനാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് കാണിക്കുന്ന സർവേ റിപ്പോർട്ടും കൊണ്ടാണ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി ഉടക്കിപ്പിരിഞ്ഞ് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി പറക്കുകയാണ് ശശി തരൂർ. അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും എതിരെ ഇന്ന് രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുകയാണ് ശശി തരൂർ. ഇന്നത്തേതടക്കം കോൺഗ്രസിനെ എവിടെയൊക്കെ വിമർശിക്കാമോ അവിടെയൊക്കെ അതിരൂക്ഷ വിമർശനം തന്നെ അഴിച്ചു വിട്ടുകൊണ്ട് വെറുമൊരു മോദി സ്തുതിപാലകനായി ശശി തരൂരിന്റെ മുഖ്യമന്ത്രി മോഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത്തവണ അത് പ്രകടമായി കാണിക്കുകയും അതിനുള്ള PR വർക്കുകൾ തുടങ്ങുകയും ചെയ്തതാണ് നമ്മളിപ്പോൾ കണ്ട സർവേ. നിലമ്പൂർ വിജയത്തിളക്കമടക്കം ക്യാപ്റ്റനായി മാറിയ VD സതീഷിനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ ജനപിന്തുണ തനിക്കാണ് എന്ന് കാണിക്കുന്ന സർവേയിൽ പക്ഷേ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 23% NDA മുന്നണിക്ക് പിന്തുണ നൽകി വോട്ട് ചെയ്തവരും ഉണ്ട് എന്നോർക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ പിണറായി വിരുദ്ധതയുടെ ചേരിയിൽ BJP വലിയ ജനപിന്തുണ തേടുകയാണ്. ഇവിടെ ഏതു പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും താൻ എന്ന് പറയാതെയാണ് സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് CPMന്റെ വികസന രാഷ്ട്രീയത്തെ പിന്തുണച്ചും ശശി തരൂർ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവാനും CPMും BJPയും അടക്കം രണ്ടു പാർട്ടികളെയും സുഖിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഏതു പാർട്ടി കൂടെ നിർത്തിയാലും മുഖ്യമന്ത്രിയാകാൻ താനാണ് യോഗ്യൻ എന്ന് ഉറപ്പിച്ചു വെക്കാൻ കൂടി ശ്രമിക്കുകയാണ് തരൂർ. എന്നാൽ തരൂരിനറിയാത്ത ഒന്നുണ്ട്. തരൂരിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു എന്നതാണത്. 2021 UDF തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു എന്ന് മിഡിൽ ക്ലാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെയൊക്കെ ഞെട്ടിക്കുകയോ അത്ഭുതപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മോഹിക്കുന്ന തരൂരിനെ തൂക്കി എറിയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ. തൂക്കുകയറിന് മുന്നിൽ പിടയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേരളത്തിന്റെ ഗവർണർ ആർലേക്കറെ കാണുകയാണ്. വിശ്വപൗരപ്പട്ടം ചാർത്തി നടക്കുന്ന മോദിയുടെ അടുപ്പക്കാരനായ തരൂരിന് പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ടില്ല എന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ അന്ത്യാഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു നിമിഷപ്രിയയുടെ മോചനം. ആ അഭിലാഷത്തെ നിറവേറ്റാനാണ് മറിയാമ്മ ഉമ്മൻ ഇപ്പോൾ ചാണ്ടി ഉമ്മനെയും കൊണ്ട് ഗവർണറെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ കണ്ട് പടിയട എന്നാണ് തരൂരിനോട് ചാണ്ടി ഉമ്മനെയും കൂട്ടിക്കൊണ്ട് ഗവർണറെ കണ്ടതിലൂടെ മറിയാമ്മ ഉമ്മൻ പറയാതെ പറയുന്നത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തരൂരിനെ തൂക്കിയെറിഞ്ഞു എന്ന് പറയാൻ കാരണം.